2000 ആണ്ടിന്റെ തുടക്കത്തിൽ തേയില വ്യവസായം വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണു. ലോക മാർക്കറ്റിൽ തേയിലയുടെ വില കുത്തനെ ഇടിഞ്ഞു. ഉൽപാദന ചെലവ് കൂടിയതും വില കുറഞ്ഞതും കമ്പനികളെ വലിയ നഷ്ടത്തിലാക്കി. ദക്ഷിണേന്ത്യയിലെ പല തേയിലത്തോട്ടങ്ങളും പൂട്ടിപ്പോയി. തൊഴിലാളികൾ പട്ടിണിയിലായി. ടാറ്റയെ പോലൊരു വമ്പൻ കമ്പനിക്കും ഈ നഷ്ടം സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. തോട്ടങ്ങൾ നേരിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത് സാമ്പത്തികമായി ലാഭകരമല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. തേയില ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം അത് വാങ്ങി ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതിലാണ് കൂടുതൽ ലാഭമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ 2005 ടാറ്റ ഗ്രൂപ്പ് ആ നിർണായകമായ തീരുമാനമെടുത്തു. തങ്ങൾ മൂന്നാറിലെ തോട്ടം ബിസിനസ്സിൽ നിന്നും പിന്മാറുകയാണ്. ഈ വാർത്ത മൂന്നാറിലെ തൊഴിലാളികൾക്കിടയിൽ വലിയൊരു ഇടുത്തി വീണ പോലെയായി. തലമുറകളായി ആ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന കൊടും തണുപ്പിലും മഴയിലും അട്ടയുടെ കടിയും വന്യമൃഗങ്ങളുടെ ശല്യവും സഹിച്ച് തേയില കൊളുന്തുകൾ നുള്ളിയെടുക്കുന്ന 10,000-കണക്കിന് തൊഴിലാളികൾ. ടാറ്റ പോയാൽ തങ്ങളുടെ ജോലി പോകും, താമസിക്കുന്ന ലയങ്ങൾ നഷ്ടപ്പെടും, കുട്ടികളുടെ പഠനം മുടങ്ങും, പട്ടിണിയിലാകും എന്ന ഭയം അവരെ ഗ്രസിച്ചു. മറ്റേതെങ്കിലും ഒരു സ്വകാര്യ മുതലാളിക്ക് ടാറ്റ ഈ തോട്ടങ്ങൾ വിറ്റാൽ അവർ തങ്ങളെ പിരിച്ചുവിടുമെന്ന ആശങ്കയും അവർക്കുണ്ടായി.